പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം കേരളത്തിൽ കൊണ്ടാടിയപ്പോൾ പാകിസ്ഥാന്റെ നെഞ്ചത്ത് സാമ്പിൾ വെടിക്കെട്ട് നടത്തിയിരിക്കുകയാണ് സൈന്യം. പാകിസ്ഥാനികൾക്കിതാ ഇന്ത്യയുടെ സിന്ദൂരത്തിൽ ചാലിച്ച മറുപടി. നിഷ്കളങ്കരായവരെ മതം നോക്കിക്കൊന്നതിന് ഞങ്ങളിതാ 14 നാൾ പകരം ചോദിച്ചിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യയിൽ നടത്തിയ മിന്നലാക്രമണം 600ഓളം ഭീകരരെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. മരണസംഖ്യ ഉയരുന്നുണ്ട്. ഇനിയും അതിന്റെ കണക്ക് ഉയരാനാണ് സാധ്യത. ഏകദേശം 100-നടുത്ത് ഭീകരർ കൊല്ലപ്പെട്ടുവെന്നും വിവരങ്ങളുണ്ട്. ഇന്ത്യ തിരിച്ചടിക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഏറെക്കുറെ അപ്രതീക്ഷിതമായിരുന്നു ഇന്ന് പുലർച്ചെ നടത്തിയ ആക്രമണം. കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ആക്രമണം നടത്തിയതെന്നാണ് വിവരം. ബുധനാഴ്ച പുലർച്ചെ 1:44ഓടെയാണ് ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകരവാദ താവളങ്ങൾ ആക്രമിച്ചത്. ഇത് എവിടൊക്കെയാണെന്ന് ഇന്ത്യൻ സൈന്യം വെളിപ്പെടുത്തിയിട്ടില്ല. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ലെന്നും ഭീകര കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യമിട്ടുള്ളതെന്നും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. കോട്ട്ലി, മുരിദ്കെ, ബഹാവൽപൂർ, മുസാഫറാബാദ് എന്നിവിടങ്ങളിലടക്കമാണ് ആക്രമണം നടന്നത്. ഭീകര സംഘടനയായ ലഷ്കർ-ഇ തോയ്ബയുടെ ആസ്ഥാനമാണ് മുരിദ്കെ. മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടനയായ ജോയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ് പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽപൂർ. ആക്രമണം നടന്നതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. തിരിച്ചടിക്കുമെന്ന് പാക് പ്രധാനമന്ത്രിയുടെ ഭീഷണിയുമുണ്ട്. അതിർത്തിയിൽ പാക് സൈന്യം വെടിവെപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.